പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ ഇന്ന് അമ്മുവിൻ്റെ മാതാപിതാക്കൾ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അമ്മുവിൻ്റെ പിതാവ് സജീവാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾക്കുള്ള പരാതി കൃത്യമായിട്ടും ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ ഇനിയും അന്വേഷണം നടത്തുന്നത്. അതെ, നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്വേഷണം നമ്മൾ തൃപ്തരുമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റലിൽ ഇന്നിപ്പോൾ ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം വന്ന് നമ്മൾ സാധനമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അത്രേ കുട്ടികളെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു ശ്രമം. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തൃപ്തികരമാണ്. ഞങ്ങൾ തൃപ്തരാണ് അതിൽ. ഇപ്പോൾ പ്രധാനമായിട്ടും കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്ത് എന്തെങ്കിലും പോലീസിന്റെ അടുത്ത് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ? ഇല്ല, നമ്മൾ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇപ്പോഴും മരണത്തിൽ സംശയം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിവൈഎസ്പി അടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വരാനാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചില സംഭവങ്ങൾ സംബന്ധിച്ചൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് ഹോസ്റ്റലിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സമയം വൈകി എന്നത് സംബന്ധിച്ച്. അപ്പോൾ അതിന് പോലീസ് എന്താണ് ഇന്നിപ്പോൾ കണ്ടപ്പോൾ പറയുന്ന കാര്യങ്ങൾ? അത് അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്. അന്നേരം അതിനെ പറ്റിയിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പോലീസിനും അത് ബോധ്യമായിട്ടുണ്ടോ സമയം വൈകിയാണ് അവിടെ എത്തിച്ചതെന്നുള്ളത്? അന്വേഷണത്തിലല്ല തെളിയത്തുള്ളൂ. കാരണം അന്വേഷണത്തിലെ അവർ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് പോലീസുകാർ ചെയ്യുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടിയില്ല എന്നും നിങ്ങൾ കുടുംബാംഗങ്ങൾ പറഞ്ഞു. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് അമ്മു സജീവിന്റെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.